നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 279th day. Today 50th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം. ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 279 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 50ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 50ാമത്തെ ശ്ലോകം. ഏവം കുതർക്കയോഗേന തത്ഫലം നൈവ ഭക്ഷിതം പത്യാ പൃഷ്ടം ഫലം ഭുക്തം ഭുക്തം ചേതി തയേരിതം. ഓം തത്സത്. ഏവം കുതർക്കയോഗേന തത്ഫലം നൈവ ഭക്ഷിതം പത്യാ പൃഷ്ടം ഫലം ഭുക്തം ഭുക്തം ചേതി തയേരിതം. ഓം തത്സത്. ഇങ്ങനെ ഓരോരോ ദുർചിന്തനകൾ, കുതർക്കയോഗം, അതായത് അനാവശ്യമായ ദുരാലോചനകൾ നിമിത്തം അവൾ ആ ഫലത്തെ ഭക്ഷിച്ചില്ല. ഭർത്താവ് നീ ഫലം ഭക്ഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷിച്ചു എന്ന് പറയുകയും ചെയ്തു. ഗർഭം ധരിക്കുന്നതിന് മുൻപേ തന്നെ ആ ഫലം കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ ഈ ഫലം ആത്മദേവൻ വളരെ പ്രയത്നപ്പെട്ട് സന്യാസിയിൽ നിന്നും ആ ഫലം വാങ്ങി കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ ഒരു വർഷം നന്നായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് പറയുകയും ചെയ്തു. ആത്മദേവൻ ആ ഫലം അവളുടെ കയ്യിൽ കൊടുത്ത ഉടനെ അവൾക്ക് പലതരം ദുരാലോചനകൾ വരുവാൻ തുടങ്ങി. ഈ ഫലം ഭക്ഷിച്ചാൽ ഞാൻ ഗർഭിണിയാകും, അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, വണ്ടിയെതിരെ വന്നാൽ ഓടാൻ കഴിയില്ല, അഥവാ പ്രസവത്തിൽ ഞാൻ മരിച്ചു പോകുമോ, മരിച്ചില്ലെങ്കിലും കുട്ടിയെ ലാളിക്കാൻ കഷ്ടമല്ലേ, ഇങ്ങനെയുള്ള അനാവശ്യമായ പല ചിന്തകൾ, അനാവശ്യമായ ചിന്തകളെയാണ് ദുരാലോചനകൾ എന്ന് പറയുന്നത്. ആവശ്യത്തിന് വേണ്ടത് വേണ്ട സമയത്ത് കറക്റ്റായി ചിന്തിക്കുന്നത് നല്ല ആലോചനയാണ്. അത് നമുക്ക് നന്മ നൽകും. എന്നാൽ അനാവശ്യമായി കാട് കയറി ചിന്തിക്കുന്നത് എപ്പോഴും നമുക്ക് ദോഷത്തെ ഉണ്ടാക്കും എന്ന് കാണിക്കുന്നത് കൂടിയാണ് ഈ കഥ. സപ്താഹത്തിൻ്റെ മഹത്വം വെളിവാക്കുവാനാണ് സനകാദികൾ നാരദാദികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. കഥയുടെ ഓരോ ശ്ലോകമായി പറയുന്നത് കൊണ്ട് കഥയുടെ ആ ഫ്ലോ നഷ്ടപ്പെട്ടു പോയിരിക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഈ ഫലം അവൾ ഭക്ഷിച്ചില്ല. ഇങ്ങനെയുള്ള പല ചിന്തകൾ മൂലം അവൾ ഭക്ഷിച്ചില്ല. അപ്പോൾ ഭർത്താവ് നീ ഫലം ഭക്ഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷിച്ചു എന്ന് പറയുകയും ചെയ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം കുതർക്കയോഗേന തത്ഫലം നൈവ ഭക്ഷിതം പത്യാ പൃഷ്ടും ഫലം ഭുക്തം ഭുക്തം ചേതി തയേരിതം. ഭുക്തം എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നർത്ഥം. ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുകയാണ് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.